ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇമ്മാനുവേൽ മിഷൻ ടി വിയോടുള്ള ബന്ധത്തിൽ സുവിശേഷ സന്ദേശങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന ഈ ദിനങ്ങളിൽ ദൈവവചനത്തിൻ്റെ ചിന്തകളും ആലോചനകളുമായി ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയ ദൈവദാസന്മാരോടും ഉള്ള പ്രത്യേക നന്ദി ഈ തരുണത്തിൽ അറിയിക്കുകയും തിരുവചന ധ്യാനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരികയും ചെയ്യാം. ഈ പകൽ തിരുവചന ധ്യാനത്തിന് ആധാരമായി നാം എടുത്തിരിക്കുന്ന വചനഭാഗം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യമാണ്. അതിങ്ങനെയാണ് നാം വായിക്കുന്നത്: നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. മത്തായിയുടെ സുവിശേഷം 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം എന്നുള്ളതാണ്. ഗിരിപ്രഭാഷണം ഏറ്റവും വ്യാപകമായിരിക്കുന്ന 5 സന്ദേശങ്ങൾ നമുക്ക് അതിനകത്ത് നിന്ന് ലഭ്യമായി തീരുന്നു. അതിൽ ഒന്നാമത്തെ സന്ദേശമാണ് 5-ാം അധ്യായം അതിൻ്റെ 2 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നാം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് 9 ഭാഗ്യവർണ്ണനകളെ കുറിച്ചാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിൽ 8-ാമത്തെ ഭാഗ്യവർണ്ണനയാണ് നാം വായിക്കപ്പെട്ട വേദവാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്: നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. യേശുക്രിസ്തുവിൻ്റെ ഈ സന്ദേശം കർത്താവ് നൽകുന്ന സമയത്ത് ആ കാലഘട്ടത്തെ നാം ഒന്ന് വിലയിരുത്തുമ്പോൾ തൻ്റെ സന്ദേശങ്ങൾ ശ്രദ്ധിക്കുന്നവരായ ഒരു വലിയ കൂട്ടം ജനം, അവർ ശാസ്ത്രിമാരും പ്രമാണിമാരുമായിരുന്നു. ദൈവവചനം സംബന്ധിച്ച് അഥവാ ന്യായപ്രമാണം സംബന്ധിച്ച് വലിയ അറിവും ജ്ഞാനവുമുള്ളവരായിരുന്നു യേശുവിൻ്റെ പ്രഭാഷണങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നവർ. അറിവില്ലാത്തവരായ വലിയൊരു കൂട്ടമുണ്ട്. എന്നാൽ യേശുവിൻ്റെ സന്ദേശങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുവാൻ, ചോദ്യം ചെയ്യുവാൻ, ചോദ്യങ്ങൾ ഉന്നയിക്കുവാൻ, തന്നെ കുടുക്കിലാക്കുവാൻ ഉള്ള വഴികൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പരീശന്മാരും ശാസ്ത്രിമാരും അടങ്ങുന്ന വലിയൊരു കൂട്ടം തന്നോടൊപ്പം ഉണ്ടായിരുന്നു. അവരെ കൂടെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് യേശുവിൻ്റെ സന്ദേശങ്ങൾക്ക് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിൽ താൻ പ്രത്യേകമായി എടുത്തു പറയുന്ന ഒരു കാര്യമാണ് നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. നീതി ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിൽ ഉപദ്രവിക്കപ്പെടുക എന്ന് പറയുന്നത് അവർക്ക് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത ഒരു കാര്യമായിരുന്നു. പരീശന്മാരും പ്രമാണികളും അവർ ന്യായപ്രമാണം സംബന്ധിച്ച് തികവുള്ളവരും അതിൽ യാതൊരു ന്യൂനതകളും വരുത്തുവാൻ അവർ തയ്യാറുമായിരുന്നില്ല. തികവുള്ളവരായി, ന്യായപ്രമാണത്തിൽ തികവുള്ളവരായിരുന്നവർ അത് മറ്റുള്ളവരുടെ മുൻപിൽ പ്രദർശിപ്പിക്കുവാനും പൊതുജനത്തിൻ്റെ മുൻപിൽ അതിൽ ഊറ്റം കൊള്ളുന്നവരുമായിരുന്നു ഈ കൂട്ടർ. അവർ കേൾക്കുമ്പോൾ അവരോടുള്ള ബന്ധത്തിൽ കർത്താവ് പറയുകയാണ്: നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. ഇവർ ബഹുമാനിക്കപ്പെടുവാൻ, ആദരിക്കപ്പെടുവാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കൂട്ടരായിരുന്നു യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പരീശന്മാരും ശാസ്ത്രിമാരും. അവരെ ഈ വാക്കുകൾ ഒട്ടും ഉൾക്കൊള്ളുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അവരുടെ വസ്ത്രത്തിൻ്റെ അതേ തൊങ്ങലുകളിൽ അവർ ചെയ്തിരുന്ന നീതിപ്രവർത്തികൾ, അവരുടേതായ ആ പ്രത്യേകമായിരിക്കുന്ന ന്യായപ്രമാണം അനുസരിക്കുന്നതും അത് നിമിത്തമുള്ള ഊറ്റം കൊള്ളുന്ന അനുഭവങ്ങളുമൊക്കെ തൊങ്ങലുകളിൽ എഴുതി വെച്ച് പ്രദർശിപ്പിച്ച് അതിൽ സന്തോഷിക്കുകയും അതിൽ ഊറ്റം കൊള്ളുകയും ചെയ്യുന്നവരായിരുന്നു ഈ കൂട്ടർ. അവർക്കൊട്ടും ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിരുന്നില്ല. നീതി നിമിത്തം ഉപദ്രവം അനുഭവിക്കുക എന്നുള്ളത് അവർക്ക് ചിന്തിക്കുവാൻ പോലും കഴിയുന്ന കാര്യമായിരുന്നില്ല.
ഇങ്ങനെ എങ്ങനെ സാധ്യമായി തീരും? യേശുക്രിസ്തുവിൻ്റെ പ്രഭാഷണങ്ങൾ, ഗിരിപ്രഭാഷണത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും വ്യക്തിയെ രക്ഷയിലേക്ക് നയിക്കുക എന്നതിനേക്കാൾ ഉപരി രക്ഷിക്കപ്പെട്ട ജനം അവർ നിലനിൽക്കുക, വിശ്വാസത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ് ഗിരിപ്രഭാഷണത്തിൽ അതിപ്രധാനമായി യേശു കർത്താവ് ശ്രദ്ധിച്ചിരുന്നതായ കാര്യം. രക്ഷയിലേക്ക് നയിക്കുന്നതിനേക്കാൾ രക്ഷിക്കപ്പെട്ടവർ തങ്ങൾ അനുഭവിക്കുന്ന ആ രക്ഷയുടെ സന്ദേശത്തിൽ നിലനിൽക്കുക, ആ നിലനിൽപ്പിൻ്റെ ഒരു സന്ദേശമാണ് ഗിരിപ്രഭാഷണത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെയാണ് യേശു കർത്താവ് പറയുന്നത്, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. ഉപദ്രവം അഥവാ കഷ്ടം. ഒരു വ്യക്തിയെ ഞാൻ നിങ്ങളുടെ മുൻപിൽ ഒന്ന് ചൂണ്ടിക്കാണിക്കട്ടെ തിരുവചനത്തിൽ നിന്ന്. ശൗൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ, ഈ ശൗൽ എന്ന് പറയുന്ന വ്യക്തി താൻ ഒരു തികഞ്ഞ പരീശനായിരുന്നു. താൻ ന്യായപ്രമാണം സംബന്ധിച്ച് തികവുള്ളവനായിരുന്നു. അതിലൊരു കുറവും വരുത്താതെ ചെറുപ്രായം മുതൽ അതനുസരിക്കുകയും അത് പ്രഘോഷിക്കുവാൻ തയ്യാറായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. മാത്രമല്ല, താൻ അതേ ന്യായപ്രമാണം സംബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസം പ്രാപിച്ചവനായിരുന്നു. ഗമാലിയലിന്റെ പാദപീഠത്തിങ്കിൽ ഇരുന്ന് പഠിച്ചവനായിരുന്നു. നീതി സംബന്ധിച്ച് തികവുള്ളവനായിരുന്നു. അതേ എബ്രായയിൽ നിന്ന് എബ്രായനായി ജനിക്കപ്പെട്ടവനായിരുന്നു. തന്നെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത്, താൻ ന്യായപ്രമാണം സംബന്ധിച്ച് ഊറ്റം കൊള്ളുന്നവനായിരുന്നത് കൊണ്ട് തൻ്റെ വിശ്വാസ പ്രമാണത്തിന് വിപരീതമായിട്ടുള്ള ഒരു വിശ്വാസ പ്രമാണത്തിൻ്റെ വ്യാപനം നടക്കുന്നത് അക്കാലത്ത് മനസ്സിലാക്കിയ ശൗൽ താൻ ഗമാലിയലിൽ നിന്ന് അധികാരപത്രവും വാങ്ങിക്കൊണ്ട് ആ അതേ പക്ഷത്തെ ഉന്മൂലനാശം ചെയ്യുവാൻ ഇറങ്ങി പുറപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ തന്നോടൊപ്പം വലിയൊരു കൂട്ടത്തെയും കൂട്ടിക്കൊണ്ട് താൻ വിശ്വസിക്കുന്ന ന്യായപ്രമാണത്തിന് വിരോധമായി, തൻ്റെ വിശ്വാസ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങളെ അനുസരിക്കുവാൻ അതേ മറ്റുള്ളവരെ ഉപദേശിക്കുകയും ചെയ്യുന്ന ആ കൂട്ടത്തെ അഥവാ സഭയെ ഉപദ്രവിക്കുവാനുള്ള അധികാരപത്രവുമായി ഇറങ്ങി പുറപ്പെടുകയാണ്. ആ അധികാരപത്രവുമായി ദമസ്കോസിന്റെ പടിവാതിൽക്കൽ എത്തുന്ന ശൗൽ എന്ന് പറയുന്ന ഈ വ്യക്തി അവിടെ വരുമ്പോൾ തനിക്ക് ഒരു പ്രത്യേക അനുഭവം തനിക്കുണ്ടാകുകയാണ്. തനിക്കുണ്ടാകുന്ന അനുഭവം താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, മനസ്സിലാക്കിയിട്ടില്ലാത്ത അതിശക്തമായിരിക്കുന്ന ഒരു പ്രകാശം തൻ്റെ മേലടിക്കുകയും ആ പ്രകാശം നിമിത്തം താൻ സഞ്ചരിച്ചിരുന്ന വാഹന മൃഗത്തിൽ പുറത്തുനിന്ന് അത് നിലത്തു വീഴുകയും ആ വീണ് കിടക്കുന്ന താൻ ഒരു അശരീരി ശബ്ദം കേൾക്കുകയും ചെയ്യുകയാണ്. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന ശബ്ദം. ആ ശബ്ദം തനിക്ക് മനസ്സിലായി, ഇതൊരു മാനുഷിക ശബ്ദമല്ല, ഇതൊരു മാനുഷിക ഇടപെടലുമല്ല, പിന്നെ പ്രത്യുത ഇത് ദൈവത്തിൻ്റെ ഇടപെടലാണ്. നീ ആരാകുന്നു കർത്താവേ എന്ന മറുപടിയാണ് ശൗലിൽ നിന്ന് നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത്. തിരുവചനം നാം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, നീ എന്നെ എന്തിന് ഉപദ്രവിക്കുന്നു? ദൈവസഭയെ ഉപദ്രവിക്കാൻ വന്നവനെ കർത്താവ് ഇടപെടുകയാണ്, നീ എന്നെ ഉപദ്രവിക്കുന്നവൻ. അവിടെ നിന്ന് ആ ശബ്ദം കേട്ട് തൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട ആ പ്രത്യേക അനുഭവം നിമിത്തം അവിടെ നിന്ന് താൻ കാഴ്ച നഷ്ടപ്പെട്ടവനായി നിലത്ത് വീണ് കിടക്കുന്നവൻ മറ്റുള്ളവരുടെ സഹായത്തോടുകൂടി എഴുന്നേൽപ്പിച്ച് അവിടെ നിന്ന് അടുത്ത ഒരിടത്തേക്ക്, ഒരു ഭവനത്തിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണ്. ആ ഭവനത്തിൽ താൻ പാർക്കുമ്പോൾ ഒരു ദൈവിക ഇടപെടൽ തനിക്കുണ്ടാകുകയാണ്. ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ 3 ദിവസങ്ങൾ ആ ഭവനത്തിൽ താൻ കഴിയുമ്പോൾ പ്രത്യേകമായിരിക്കുന്ന ദൈവിക ഇടപെടൽ തനിക്ക് ഉണ്ടാകുകയാണ്. താൻ കാണുകയാണ്, തൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപുരുഷനെ താൻ ദർശനം കാണുകയാണ്. ആ ദർശനത്തിൻ്റെ നിവൃത്തി പദം എന്ന നിലയിൽ തൻ്റെ ജീവിതത്തിൽ
ഒരു വിടുതലിലേക്ക് ചില ദിവസങ്ങൾക്ക് ശേഷം അതേ തന്നെ കൊണ്ടുപോവുകയാണ്. താൻ ആ വിടുതൽ പ്രാപിച്ചതിന് ശേഷം അനന്യാസ് എന്ന് പറയുന്ന ദൈവപുരുഷൻ തൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ദർശനം കണ്ട താൻ അതിനുശേഷം അതേ ആ വചനത്തിൻ്റെ ആ ദർശനത്തിൻ്റെ നിവൃത്തി തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ തന്നെക്കുറിച്ച് ഉള്ള വെളിപ്പാട് അല്ലെങ്കിൽ ആ ദൂത് അനന്യാസിനോട് ദൈവം പറയുമ്പോൾ അതേ ദൈവത്തോട് ചോദ്യം ചെയ്യുന്ന അനന്യാസിനെ നമുക്കവിടെ കാണുവാൻ കഴിയും. ദൈവത്തോട് ചോദിക്കുന്നു, അവൻ സഭയെ ഉപദ്രവിക്കുവാൻ വന്നവനാണ്, അവന് വേണ്ടി ഞാൻ എന്തിനു പ്രാർത്ഥിക്കണം? സഭയെ ഉപദ്രവിക്കാൻ വന്നവനെ ഓട് പ്രാർത്ഥിക്കുകയോ? അതെ, സഭയെ ഉപദ്രവിക്കുവാനാണ് അവൻ പുറപ്പെട്ടതെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതി അതേ തന്നെക്കുറിച്ചുള്ളത് താൻ ദൈവത്തിൻ്റെ സാക്ഷ്യം വഹിക്കുന്നവനാകണം എന്നുള്ളതാണ്. അതുകൊണ്ട് ശൗൽ എന്ന് പറയുന്ന മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുക. ശൗലിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അനന്യാസിനെ നിയോഗിക്കുന്നു. ആ നിയോഗം ഏറ്റെടുത്ത അനന്യാസ് അതേ കടന്നു ചെന്ന് ശൗൽ ആയിരിക്കുന്ന ഭവനത്തിൽ തൻ്റെ അടുക്കൽ ചെന്ന് തൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ തനിക്ക് ദൈവികമായ വിടുതൽ അത് താൻ പ്രാപിക്കുകയാണ്. അവിടെ അത് ദൈവത്തിൻ്റെ ഇടപെടൽ ഇങ്ങനെയാണ് അനന്യാസിനുണ്ടാകുന്നത്. അവൻ രാജാക്കന്മാരുടെ മുൻപിലും ജാതികളുടെ മുൻപിലും നിൽക്കേണ്ടവനാകുന്നു. അവൻ എൻ്റെ നാമത്തെ പ്രതി എന്തെല്ലാം കഷ്ടം സഹിക്കേണ്ടത് ആകുന്നു എന്ന് ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. ഇത് കേട്ട് അനന്യാസ് ചെന്ന് ശൗലിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ശൗല് അതെ അവിടെ നിന്ന് പ്രാർത്ഥനയുടെ മറുപടിയായി കാഴ്ച പ്രാപിക്കുന്നു. തനിക്ക് ശാരീരികമായി ഒരു ദൈവിക സ്പർശനവും ദൈവിക വിടുതലും താൻ അനുഭവിക്കുകയാണ്. അവിടെ നിന്ന് താൻ നേരെ പുറപ്പെട്ടു പോകുകയാണ് മരുഭൂമിയിലേക്ക്. മരുഭൂമിയിൽ ചെന്ന ദൈവസന്നിധിയിൽ താൻ കാത്തിരിക്കുകയാണ് ഒരു ദൈവ നിയോഗത്തിന് വേണ്ടി. എന്താണ് തുടർന്നുള്ള ദൈവിക പദ്ധതി എന്ന് അത് മരുഭൂമിയിലിരുന്ന് ദൈവത്തിൻ്റെ പദ്ധതി ഏറ്റെടുക്കുന്നവനായ ശൗൽ അവിടെ നിന്ന് മടങ്ങി വരുന്നത് അത് ദൈവസഭയ്ക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഏറ്റവും മാതൃകാപരമായിരിക്കുന്ന ഒരനുഭവത്തിലേക്കാണ് താൻ മടങ്ങി വരുന്നത്. തന്നെ ഉൾക്കൊള്ളുവാൻ അക്കാലത്ത് സഭയ്ക്കോ സഭാ നേതാക്കന്മാർക്കോ കഴിയുമായിരുന്നില്ല എങ്കിലും തൻ്റെ അനുഭവങ്ങളെ താൻ എടുത്തു പറയുമ്പോൾ അതേ സഭാ നേതാക്കന്മാർ തന്നെ ഉൾക്കൊള്ളുകയാണ്. അവിടെ നിന്ന് തൻ്റെ ക്രിസ്തീയ പ്രയാണം ആരംഭിക്കുകയാണ്. താൻ അവിടെ നിന്ന് തന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൻ്റെ ഭാഗമായി തൻ്റെ യാത്രകൾ, മിഷണറി യാത്രകൾ നടത്തുകയാണ്. ആ യാത്രകളിൽ ഉടനീളം നമുക്ക് കാണുവാൻ കഴിയുന്നത് നിരവധിയായ പ്രതിസന്ധികൾ ജീവിതത്തിൽ താൻ അനുഭവിക്കുകയാണ്. പുതിയ നിയമസഭ ഉടലെടുത്ത നിമിഷം മുതൽ ഉപദ്രവങ്ങളും കഷ്ടങ്ങളും സഭയ്ക്കുണ്ടായി. നിരവധിയായി പ്രതിസന്ധികളിലൂടെ സഭ കടന്നു പോകേണ്ടി വന്നു. അതെ, ആ ഉപദ്രവങ്ങളും കഷ്ടങ്ങളുമൊക്കെ എന്തുകൊണ്ട് അവർ അനുഭവിച്ചു എന്ന് തിരുവചനത്തിലേക്ക് നാം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ഒന്ന് പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല, നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്ന്. ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദം എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ കഷ്ടം സഹിക്കുക, കഷ്ടത എന്ന് പറയുന്നത് പുതിയ നിയമസഭയുടെ ഒരു മുഖമുദ്രയായി അക്കാലത്തെ ഭക്തന്മാർ അതേ കണ്ടിരുന്നു. കാരണം തങ്ങൾ ആയിരിക്കുന്ന ആ കാലഘട്ടത്തിൽ നീതി നിമിത്തം കഷ്ടമല്ല, അഭിമാനമാണ്, അല്ലെങ്കിൽ ഉന്നതമായിരിക്കുന്ന അനുഭവങ്ങളാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിലാണ് ക്രിസ്തു നിമിത്തം കഷ്ടം സഹിക്കുക എന്ന ഒരു പദത്തിലേക്ക് ആ കാലഘട്ടത്തിൽ സഭ അതേ മാറുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ മാറ്റത്തിൽ എന്താണ് എന്നുള്ളത് കർത്താവ് വളരെ വ്യക്തമായി അവിടെ പഠിപ്പിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ശാസ്ത്രിമാരും പ്രമാണിമാരും പരീശന്മാരും ശാസ്ത്രിമാരും അന്ന് അതേ വിശ്വസിച്ചിരുന്നത് നീതി നിമിത്തം ഒരിക്കലും കഷ്ടം അനുഭവിക്കേണ്ടി വരികയില്ല എന്നുള്ളതാണ്. എന്നാൽ കർത്താവ് പഠിപ്പിക്കുന്നത് നീതി നിമിത്തം
കഷ്ടം അനുഭവിക്കണം, അല്ലെങ്കിൽ പ്രതിസന്ധികൾ ഉണ്ട് എന്നുള്ളത് വ്യക്തമായി സഭയെ പഠിപ്പിക്കുകയാണ്. ഈ കാലഘട്ടത്തെ നാം എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ന്യൂ ജനറേഷൻ സഭകൾ പഠിപ്പിക്കുന്നത് അത് ഒരിക്കലും കഷ്ടതയില്ല, സഭയ്ക്ക് വിശ്വാസികൾക്ക് കഷ്ടതയില്ല എന്നുള്ളതാണ്. എന്നാൽ തിരുവചനം നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം എന്നത് ചോദിച്ചാൽ, കഷ്ടത ഒരു വരമാണ് എന്ന് ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി പഠിപ്പിക്കുന്നു. കഷ്ടത എന്നുള്ളത് ഒരു വരമാണ്. അതെ, ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ അനുഭവിക്കുന്ന ഏത് കഷ്ടതയും അത് ദൈവികമായ ഒരു വരമായിട്ടാണ് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ വരം അവരെ ക്രിസ്തീയ ജീവിതത്തിൽ ഉറപ്പുള്ളവരും തികവുള്ളവരുമാക്കി തീർക്കുന്നു. അവർ അതേ ദൈവസന്നിധിയിൽ നിന്ന് ഇടറിപ്പോകാതെ, തളർന്നു പോകാതെ, അവരുടെ പ്രതിസന്ധികളിൽ വിശ്വാസ ജീവിതത്തിൽ ഉറച്ചു നിൽക്കുവാൻ അവരെ സഹായിക്കുന്നു. കർത്താവ് നമുക്ക് നല്ല മാതൃക കാണിച്ചു തന്നിരിക്കുന്നു. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് അവിടെ കാണുന്നത്: അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. അപ്പോൾ പുതിയ നിയമസഭയ്ക്ക് ദൈവം കാണിച്ചൊരു മാതൃക, കഷ്ടതയിലൂടെ പ്രതിസന്ധികളിലൂടെ അവർ അതേ കടന്നു പോകുമ്പോൾ അതിൽ തളർന്നു പോകുകയല്ല, തകർന്നു പോകുകയല്ല. ആ കഷ്ടത അവരുടെ വിശ്വാസത്തിൻ്റെ അതേ ഉയർച്ചയുടെ ചവിട്ടുപടികളായി അത് മാറുകയാണ്. അവർ വിശ്വാസ ജീവിതത്തിൽ ഉറപ്പുള്ളവരായി തീരുകയാണ്. പൗലോസ് അപ്പോസ്തലന്റെ ജീവിതാനുഭവങ്ങളെ അതേ നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, തൻ്റെ ആദ്യ അനുഭവങ്ങളിൽ നിന്ന് ക്രിസ്തുവിലേക്ക് താൻ തിരിയുമ്പോൾ തൻ്റെ ജീവിതത്തെ അതേ ക്രിസ്തുവിൽ എവിടെയെങ്കിലും അപൂർണമായിരിക്കുന്ന കഷ്ടതയുണ്ടെങ്കിൽ അത് തന്നിലൂടെ പൂർത്തീകരിക്കുവാൻ താൻ ആഗ്രഹിക്കുകയാണ്. ദൈവസഭയ്ക്ക് വേണ്ടി താൻ അനേകം കഷ്ടങ്ങളേറ്റു. അതിനെക്കുറിച്ച് താൻ വളരെ വ്യക്തമായി പറയുന്നു. പലവട്ടം പട്ടിണി, പരിദാഹം, അതേ അടി, നിന്ന, പരിഹാസം, ഇതൊക്കെ താൻ സഹിക്കേണ്ടി വന്നു. അതെല്ലാം താൻ സഹിക്കുമ്പോൾ തനിക്കൊരു വലിയ പ്രത്യാശയുണ്ട്. അതേ നിത്യതയിൽ തനിക്കുള്ള പ്രതിഫലം വലുതായിരിക്കുമെന്നുള്ളത്. കർത്താവ് തനിക്ക് നൽകിയ അതേ കർത്താവിങ്കിൽ നിന്ന് താൻ പ്രാപിച്ചതായ ആ വലിയ പ്രത്യാശ അത് ദൈവസഭയ്ക്ക് അതേ ലേഖനങ്ങളിലൂടെ താൻ പകരുകയാണ്. കഷ്ടത ഒരിക്കലും തകർച്ചയുടെ പ്രതീകമല്ല. അതേ ക്രിസ്ത്യാനിയായി കഷ്ടം സഹിക്കുന്നുവെങ്കിൽ അത് പ്രത്യാശയ്ക്കും അത് ഉയർച്ചയ്ക്കും കാരണമായി തീരുമെന്ന് വളരെ വ്യക്തമായി അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ്. പ്രതിസന്ധികളിൽ തളർന്നു പോകുന്നവരായി തീരരുത്. ഈ ലോക ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കാം. നാം പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടി വരാം. എന്നാൽ ക്രിസ്തു നിമിത്തമാണ് നാം അത് അനുഭവിക്കുന്നതെങ്കിൽ ആ അനുഭവങ്ങളുടെ നടുവിൽ ഒരു പ്രത്യാശയ്ക്ക് വകയുണ്ട്. നിത്യതയുടെ അവകാശികളായി തീരുവാൻ, നിത്യതയിൽ പ്രതിഫലം പ്രാപിക്കുന്നവരായി തീരുവാൻ വലിയവനായി ദൈവം നമ്മെ സഹായിക്കും. പല വിശ്വാസ കുടുംബങ്ങളും വ്യക്തികളും അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ അവർ പ്രതീക്ഷിക്കാത്ത അതേ തീച്ചൂളകൾ, അതേ ഈശാനമൂലനുകൾ, കൊടുങ്കാറ്റുകളൊക്കെ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ, വിശ്വാസ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ പതറിപ്പോകുന്നവരായി, തളർന്നിരിക്കുന്നവരായി കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ അവർക്ക് വ്യക്തമായ അതേ പ്രത്യാശ അവരുടെ ഉള്ളത്തിൽ അവർക്ക് ലഭിക്കാതെ പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും ക്ഷീണിതരായി തീരുന്നത്. എന്നാൽ വിശ്വാസത്തിൽ ഉറപ്പും ധൈര്യവുമുള്ളവരായി ക്രിസ്തു അതേ കേന്ദ്രീകൃതമായിരിക്കുന്ന ആത്മീക ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന ഏത് പ്രതിസന്ധിയുടെ നടുവിലും അവൻ വിശ്വാസത്തോടെ മുന്നേറും. അതവന് ഉയർച്ചയുടെ അതേ ചവിട്ടുപടികളായി അത് തുടരുവാനായിട്ടിടയായി തീരും. അങ്ങനെ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അത് നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, അഥവാ കഷ്ടം അനുഭവിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന ഒരു അനുഭവമാണ് ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടത എന്നുള്ളത്. അത് ഒരു വരമായിട്ട് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ സഭയെ പഠിപ്പിക്കുന്നു. അത് ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന നല്ലൊരു മാതൃകയായിട്ട് പത്രോസ് അതേ സഭയെ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ജീവിതത്തിൻ്റെ നൽവഴികളിൽ, പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും അകപ്പെട്ടവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ
ഈ ദൈവശബ്ദം കേൾക്കുന്നവരോട് എനിക്ക് പറയുവാനുള്ളൊരു ദൂത്, ആ പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ തകർച്ചയ്ക്കല്ല, ആ കഷ്ടതകൾ ഒരിക്കലും നിങ്ങളെ ഉടച്ചു കളയുവാനല്ല, അതിൻ്റെ നടുവിൽ ഒരു വലിയ പ്രത്യാശ നിങ്ങൾക്ക് അത് നൽകുവാനുണ്ട്. വലിയൊരു പ്രതിഫലം നിങ്ങൾക്ക് നൽകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിത്യതയുടെ ആ വലിയ പ്രത്യാശ പ്രാപിച്ചവരായി, ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളവരായി, ഉറപ്പും ധൈര്യവുമുള്ളവരായി മുന്നേറുവാൻ ദൈവമായ കർത്താവ് ഏവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ അവരുടെ ആ മരുഭൂപ്രയാണത്തിൽ അവർ അനുഭവിച്ച പ്രതിസന്ധികളുടെ നടുവിലെല്ലാം അവർക്ക് ഒരു വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു, പ്രത്യാശയുണ്ടായിരുന്നു. അവരുടെ പ്രത്യാശ ദൈവം അവരോട് പറഞ്ഞ വാഗ്ദത്തം അവരുടെ മേൽ നിവർത്തിക്കപ്പെടും. അതെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ഒരു വലിയ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, നമുക്ക് ഒരു വലിയ പ്രത്യാശയുണ്ട്, വലിയൊരു വാഗ്ദത്തം നമുക്ക് കർത്താവ് തന്നിട്ടുണ്ട്. അത് തന്നോടൊപ്പം നിത്യതയിൽ യുഗായുഗം വാഴുക എന്നുള്ളതാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ വാഗ്ദത്തം, ആ വലിയ പ്രത്യാശ, നമുക്കുള്ള വലിയ പ്രത്യാശ. ആ പ്രത്യാശയെ ഭംഗപ്പെടുത്തുന്ന, ആ പ്രത്യാശ നമ്മിൽ നിന്ന് അത് ഉടച്ചു കളയുവാൻ ശത്രു കൊണ്ടുവരുന്ന ഏത് പ്രതിസന്ധികളുടെ നടുവിലും, പ്രതികൂലങ്ങളുടെ നടുവിലും, വെല്ലുവിളികളുടെ നടുവിലും ഉറപ്പുള്ളവരായി ധൈര്യത്തോടെ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവമായ കർത്താവ് ഏവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ വചനഭാഗത്ത് നിന്ന് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. എന്നെ കേൾക്കുന്ന ഏവരോടും എനിക്ക് പറയുവാനുള്ള അതേ കാര്യം, ഒരു പ്രബോധന വാക്യം എന്നുള്ളത്, കഷ്ടത ഒരിക്കലും നമ്മെ തകർക്കുവാനല്ല, പ്രതിസന്ധികൾ ഒരിക്കലും നമ്മെ ഇല്ലായ്മ ചെയ്യുവാനല്ല, അത് ക്രിസ്തീയ ജീവിതത്തിൽ ഉയർച്ചകളിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നതും നമ്മോടുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ, വാഗ്ദത്തങ്ങളുടെ നിവർത്തി പദത്തിൽ നമ്മെ കൊണ്ട് നിർത്തുന്നതുമാണ് എന്ന വാക്കുകളോടെ ഞാൻ എൻ്റെ അതേ വചന ധ്യാന ഭാഗം ഇവിടെ ഉപസംഹരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവമായ കർത്താവ് ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.